പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമാണോ? ഇവിടെ ഞാനും പൊന്നൂട്ടനും അപ്പായും വെല്ലിമിച്ചയും ഒക്കെ സുഖമായിരിക്കുന്നു. ഇറാനും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ദിയാക്കുട്ടിക്ക് പേടിയാകുമെങ്കിലും കുവൈറ്റ് സുരക്ഷിതമാണെന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങളെല്ലാം. ലോക സമാധാനത്തിനായി കുരിശു വരയ്ക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. അമ്മേ, എൻ്റെ പുതിയ സ്കൂൾ സൂപ്പറാ. നല്ല കൂട്ടുകാർ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, ഒത്തിരി ആക്ടിവിറ്റീസ്, അങ്ങനെ ആകെ അടിപൊളി വൈബാ ഇവിടെ. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് ലിറ്റിൽ ത്രേസ്യാസ് LP സ്കൂളിന് ഇപ്പോൾ 102 വയസ്സ് പൂർത്തിയായിട്ടോ. പിതൃസഹജമായ വാത്സല്യത്തോടെ ഞങ്ങളെയെല്ലാം സ്നേഹിക്കുന്ന, പാഠ്യേതര വിഷയങ്ങളിലെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഞങ്ങളുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട സക്കറിയാസ് ആട്ടപ്പാട്ടച്ചനെ ഞങ്ങൾ കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ സ്കൂളിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ ആയി 250 കുട്ടികളുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒപ്പം നിന്ന് ഞങ്ങൾക്ക് അക്ഷര വെളിച്ചം പകരുന്നതിനോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും തിരുത്തലുകളും തന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിനിയ ടോമും ഞങ്ങളുടെ ടീച്ചേഴ്സുമെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ വലിയ സമ്മാനങ്ങൾ തന്നെയാണ്. സ്കൂളിന്റെ ഏത് ആവശ്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്ന, ചേർന്ന് പ്രവർത്തിക്കുന്ന PTA MPTA ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. നേതൃത്വ വാസന വളർത്തുന്നതിനും ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിനുമായി സ്കൂൾ അസംബ്ലികൾ നടത്തപ്പെടുന്നു. പ്രാർത്ഥന, പ്രതിജ്ഞ എന്നിവയോടെ ആരംഭിക്കുന്ന സ്കൂൾ അസംബ്ലിയിൽ ബൈബിൾ റീഡിംഗ്, ന്യൂസ് റീഡിംഗ്, തോട്ട് ഫോർ ദി ഡേ, വേർഡ് ഓഫ് ദി ഡേ, മാസ് ഡ്രിൽ എന്നിവയും നടത്തപ്പെടുന്നു. നീണ്ട ഒരു അവധിക്കാലത്തിനു ശേഷം പുത്തനുടുപ്പും ബാഗും കളിയും ചിരിയും ഒട്ടേറെ പ്രതീക്ഷകളും അതിലേറെ ആശങ്കകളുമായി ജൂൺ 2 സ്കൂളിലേക്ക് എത്തിയ ഞങ്ങളെ സ്വീകരിക്കാനായി ഒരുക്കിയ പ്രവേശനോത്സവം മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. മധുര പലഹാരങ്ങളും അലങ്കാരങ്ങളും കലാപരിപാടികളും എന്ത് രസമായിരുന്നെന്നോ. നാളെയുടെ തണലായി മാറാൻ, വരും തലമുറയ്ക്ക് ശുദ്ധവായു പകരാൻ സ്കൂളിനോട് ചേർന്ന് ഞങ്ങൾ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി ദിന റാലിക്ക് ശേഷം പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി ചങ്ങാതിക്കൊരു മരം നൽകുകയും ചങ്ങാതി തന്ന തൈ നട്ട് അതിനെ ഓരോ ദിവസവും പരിപാലിക്കുകയും ചെയ്യുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന വായന വാരം ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെട്ട ഞങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ കുറിപ്പുകൾ പങ്കുവയ്ക്കൽ, വായന വാര ക്വിസ് മത്സരങ്ങൾ എന്നിവയിലെല്ലാം സന്തോഷപൂർവ്വം പങ്കുചേർന്നു. ക്ലാസ് ലീഡേഴ്സ്, സ്കൂൾ ലീഡേഴ്സിനെ ഒക്കെ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. കയ്യിൽ മഷി പുരട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാക്കി മാറ്റിയ മൊബൈൽ ഫോണിൽ ഞങ്ങൾ ഞങ്ങളുടെ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിനയ ടോം നടത്തിയ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിൽ ഞങ്ങളെല്ലാം എത്രമാത്രം ആകാംക്ഷയോടെയാണ് പങ്കെടുത്തതെന്നോ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ആചരിച്ച ചാന്ദ്ര ദിനത്തിൽ കൂട്ടുകാർ തയ്യാറാക്കി പ്രദർശിപ്പിച്ച സ്റ്റിൽ മോഡലുകൾ, ഗാലക്സിയുടെ മോഡലുകൾ ഒക്കെ ഏറെ അറിവുകൾ പകർന്നു നൽകുന്നവയായിരുന്നു. ഭരണജ്ഞാനത്തിന്റെ മണ്ണിൽ നിന്നും ഭാരതത്തിന്റെ ആദ്യ വിശുദ്ധയായി ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മദിനത്തിൽ അൽഫോൻസാമ, യൗസേ പിതാവ്, മാതാവ്, ഉണ്ണീശോ, മാലാഖമാർ എന്നിവരുടെ വേഷങ്ങൾ ധരിച്ച കൂട്ടുകാർക്കൊപ്പം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ റാലിയായി എത്തിയ ഞങ്ങൾക്കായി റെക്ടർ അച്ഛൻ അൽഫോൻസ ജന്മദിന സന്ദേശം നൽകുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഞങ്ങളിൽ ദേശസ്നേഹവും പരസ്പര ഐക്യവും വളർത്തുന്നതിനായി ആകർഷകമായ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തപ്പെട്ടു. കുട്ടികളുടെ ഫാൻസി ഡ്രസ്, സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ, സംഘഗാനങ്ങൾ എന്നിവ ഏറെ മനോഹരങ്ങളായിരുന്നു. സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളെ ഓർമ്മപ്പെടുത്തുന്ന ഓണത്തെ ഞങ്ങളും നിറഞ്ഞ മനസ്സോടെയാണ് വരവേറ്റത്. കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ ഓണക്കളികൾ, വടംവലി, ഓണപ്പൂക്കളം, ഓണസദ്യ എല്ലാം മറക്കാനാവാത്തതായിരുന്നു. കുഞ്ഞു ചാച്ചാജിമാർ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി അണിനിരുന്ന ശിശുദിന റാലി, ശിശുദിന ക്വിസ്, സംഘഗാന മത്സരം, പ്രസംഗ മത്സരങ്ങൾ എന്നിവയോടെ ആചരിച്ച ശിശുദിനം അതിമനോഹരമായിരുന്നു.
ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഫുഡ് ഫെസ്റ്റ് കുട്ടികൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലവിധ പലഹാരങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് വാൾപ്ലാക്കൽ വിഭവങ്ങൾ രുചിക്കുകയും നാടൻ പലഹാരങ്ങൾ, പഴമയുടെ രുചി, നന്മ എന്നിവയെ കുറിച്ച് സംസാരിക്കുകയും ഫുഡ് ഫെസ്റ്റ് ഇത്രയും വിജയകരമായി സംഘടിപ്പിച്ച ഞങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. മാർച്ച് 5 ആരംഭിച്ച സ്പോർട്സ് ഡേയിൽ ഞങ്ങൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളായി തിരിയുകയും എല്ലാ മത്സര ഇനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു. റിലേ മത്സരങ്ങൾ, പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ എന്നിവ വളരെ രസകരവും വാശിയേറിയതുമായിരുന്നു. ഫാൻസി ഡ്രസ്, ലളിതഗാനം, പ്രസംഗം, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് സോങ്, സിംഗിൾ സോങ്, ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിംഗ് എന്നീ മത്സരങ്ങളോടെ നടത്തപ്പെട്ട ആർട്സ് ഡേയിൽ എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചത് ഞങ്ങൾക്കൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അധ്യാപകരും കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയ നക്ഷത്ര വിളക്ക് തൂക്കിയതോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആരംഭിച്ചു. കരോൾ ഗാന മത്സരങ്ങൾ, ക്രിസ്തുമസ് പാപ്പ, ഡിവൈൻ ഏഞ്ചൽസ് മത്സരങ്ങൾ, പുൽക്കൂട്, കേക്ക്, പൂത്തിരി, കമ്പിത്തിരി. ഇത്തവണത്തെ ക്രിസ്തുമസ് എന്തു രസമായിരുന്നെന്നോ. ഈ വർഷത്തെ ഞങ്ങളുടെ പഠനയാത്ര തിരുവനന്തപുരം മാജിക് പ്ലാനറ്റ്, തിരുവനന്തപുരം സൂ, ശംഖുമുഖം ബീച്ച് എന്നിവിടങ്ങളിലേക്കായിരുന്നു. 2 ബസ്സുകളിലായി 100ഓളം കുട്ടികൾ ആടിയും പാടിയും ഒത്തുചേർന്ന ഈ വിനോദയാത്ര മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. ജന്മദിനങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടികൾ മധുര പലഹാരങ്ങൾക്കു പകരം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ആവശ്യമായ വിഭവങ്ങളാണ് നൽകുന്നത്. അവർക്കായി പ്രത്യേക ബർത്ത്ഡേ കാർഡുകൾ തയ്യാറാക്കുകയും പിറന്നാൾ സമ്മാനങ്ങൾ നൽകുകയും മംഗളഗാനം പാടി പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു. സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം നൽകി ആൺകുട്ടികൾക്കായി കബ്ബ്, പെൺകുട്ടികൾക്കായി ബുൾബുൾ എന്നീ സംഘടനകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വയം അച്ചടക്കം പരിശീലിക്കുക, സാമൂഹിക പരിഗണന ഉള്ളവരായി തീരുക എന്നീ കാര്യങ്ങളിൽ സഹായകരമായ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകൾ ഞങ്ങൾക്ക് നൽകുന്നത്. കബ്ബിൽ 11 കുട്ടികളും ബുൾബുളിൽ 17 കുട്ടികളും അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് അവ വികസിപ്പിക്കുന്നതിനായി ഇവിടെ പല ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നു. ഗണിതശാസ്ത്ര, ശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയ, ആർട്സ്, സ്പോർട്സ് ക്ലബ്ബുകൾ വിവിധ മത്സരങ്ങൾക്കായി ഞങ്ങളെ ഒരുക്കുകയും സ്കൂൾ കാർഷിക ക്ലബ്ബിലെ അംഗങ്ങൾ പരിപാലിക്കുന്ന കൃഷിത്തോട്ടത്തിലെ വിളകൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ വിഭവങ്ങളാവുകയും ചെയ്യുന്നു. പഠനത്തോടൊപ്പം ഞങ്ങളുടെ സ്കൂളിൽ പാഠ്യേതര വിഷയങ്ങൾക്കും അധ്യാപകരുടെ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം നൽകി വരുന്നു. സ്വയം പ്രതിരോധം, ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി അനൂപ് സാറിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനവും മെയ് വഴക്കവും വ്യായാമവും നൽകുന്നതിനായി ബിൻസി അഗസ്റ്റിൻ സാറിന്റെ നേതൃത്വത്തിൽ സ്കേറ്റിംഗ് പരിശീലനവും താളബോധവും ശാരീരിക വഴക്കവും വളർത്തുന്നതിനായി അമ്പിളി പ്രമോദ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് പരിശീലനവും നല്ല ഗായകരെ വളർത്തുന്നതിനായി തലനാട് ജോയ് സാറിന്റെ നേതൃത്വത്തിൽ സംഗീത പരിശീലനവും ഐക്യബോധം, നേതൃത്വ ഗുണം, അച്ചടക്കം എന്നിവ പരിശീലിപ്പിക്കുന്നതിനായി ഹെലൈസ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബാൻഡും ഞങ്ങളുടെ ഭാവനകളെ ഉണർത്തി കലാപരമായ വാസനകളെ വളർത്തുന്നതിനായി സജി സാറിന്റെ നേതൃത്വത്തിൽ ഡ്രോയിങ് ക്ലാസുകളും ഇവിടെ നടത്തപ്പെടുന്നു. ഇക്കഴിഞ്ഞ LSS പരീക്ഷയിൽ ഞങ്ങളുടെ സ്കൂളിലെ 18 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. LSSന് ഒരുങ്ങുന്ന കുട്ടികൾക്കായി പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ ടീച്ചേഴ്സ് നൽകുന്നതിനാൽ പാലാ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനം നമ്മുടെ സ്കൂളിന് ലഭിക്കുന്നു. ഉപജില്ലാതല ശാസ്ത്രമേളയിൽ പരിസര നിരീക്ഷണം, കളക്ഷൻസ്, സിമ്പിൾ എക്സ്പെരിമെന്റ്സ് എന്നിവയ്ക്കെല്ലാം ഫസ്റ്റ് A ഗ്രേഡ് നേടി ഓവറോൾ ഫസ്റ്റ് കരസ്ഥമാക്കുകയും ഗണിതശാസ്ത്രമേളയിൽ ഗണിതശാസ്ത്ര ക്വിസ്, ജോമെട്രിക്കൽ ചാർട്ട് എന്നിവയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡും സ്റ്റിൽ മോഡൽ, പസിൽ എന്നിവയ്ക്ക് സെക്കൻഡ് A ഗ്രേഡും നമ്പർ ചാർട്ടിന് A ഗ്രേഡും കരസ്ഥമാക്കി ഫസ്റ്റ് ഓവറോൾ കിരീടത്തിന് അർഹരാവുകയും സാമൂഹ്യ ശാസ്ത്രമേളയിൽ സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡും സോഷ്യൽ സയൻസ് ചാർട്ട് മത്സരത്തിൽ തേർഡ് A ഗ്രേഡും ആൽബം മേക്കിങ്ങിൽ A ഗ്രേഡും നേടി ഓവറോൾ റണ്ണറപ്പ് കിരീടത്തിന് അർഹരാവുകയും
പ്രവൃത്തി പരിചയമേളയിൽ പോട്ടറി പെയിന്റിംഗ്, സ്റ്റഫ്ഡ് ജോയ്സ്, അംബ്രല്ല മേക്കിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ് എന്നിവയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡും, ത്രെഡ് പാറ്റേൺ, വുഡ് കാർവിംഗ് എന്നിവയ്ക്ക് സെക്കൻഡ് എ ഗ്രേഡും, കാർഡ് ആൻഡ് സ്ട്രോ ബോർഡിന് തേർഡ് എ ഗ്രേഡും, കോക്കനട്ട് ഷെൽ, അഗർബത്തി മേക്കിംഗ് എന്നിവയ്ക്ക് എ ഗ്രേഡും, ക്ലേ മോഡലിംഗിന് ബി ഗ്രേഡും കരസ്ഥമാക്കി ഓവറോൾ റണ്ണറപ്പ് കിരീടത്തിന് അർഹരാവുകയും ഉപജില്ലാ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലൽ, ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ, തമിഴ് പദ്യം ചൊല്ലൽ, കന്നഡ പ്രസംഗം, പെൻസിൽ ഡ്രോയിങ്, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാനം എന്നീ മത്സരങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡും, കന്നഡ പദ്യം ചൊല്ലൽ, അറബി പദ്യം ചൊല്ലൽ, തമിഴ് പ്രസംഗം, പാട്ടക്കളർ, സംഘഗാനം എന്നിവയ്ക്ക് സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി ഓവറോൾ റണ്ണറപ്പ് കിരീടത്തിന് അർഹരാവുകയും ചെയ്തു. സെയിന്റ് ലിറ്റിൽ ട്രേസേഴ്സിലെ കൊച്ചുമിടുക്കർ എൽ പി കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ ഓവറോൾ, എൽ പി കിഡീസ് ബോയ്സ്, എൽ പി മിനി ബോയ്സ് എന്നീ വിഭാഗങ്ങളിൽ റണ്ണറപ്പ് നേട്ടങ്ങളോടെ ഉപജില്ലാ കായികമേളയിൽ ഗ്രാൻഡ് ഓവറോൾ കിരീടത്തിന് അർഹരായി. എൽ പി കിഡീസ് ഗേൾസിന്റെ 50 മീറ്റർ 100 മീറ്റർ റേസുകളിൽ 1ഉം 2ഉം സ്ഥാനങ്ങളും, ലോങ് ജമ്പ് മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങളും, 4x100 മീറ്റർ റിലേയിൽ 1ആം സ്ഥാനവും, എൽ പി മിനി ബോയ്സ് 100 മീറ്റർ 50 മീറ്റർ റേസുകളിൽ 1ആം സ്ഥാനവും, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പിംഗ് 2ഉം 3ഉം സ്ഥാനങ്ങളും, 4x50 മീറ്റർ റിലേയിൽ 2ആം സ്ഥാനവും, എൽ പി മിനി ഗേൾസിൽ 100 മീറ്റർ 50 മീറ്റർ റേസുകൾ, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് എന്നിവയ്ക്ക് 3ആം സ്ഥാനവും, 4x50 മീറ്റർ റിലേയിൽ 2ആം സ്ഥാനവും, എൽ പി കിഡീസ് ബോയ്സിൽ 4x100 മീറ്റർ റിലേയിൽ 3ആം സ്ഥാനവും നേടുകയും ചെയ്തു. ഉപജില്ലാതല മത്സരങ്ങളിൽ മാത്രമല്ല, ഇന്റർ സ്കൂൾ മത്സരങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ സെന്റ് ലിറ്റിൽ ട്രേസേഴ്സിലെ കുട്ടികൾ കൈവരിക്കുന്നു. ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 4ആം ക്ലാസ്സിലെ കുട്ടികൾ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങളും, 3ആം ക്ലാസ്സിൽ നിന്നും 1ആം സ്ഥാനവും, 2ആം ക്ലാസ്സിൽ നിന്നും 3ആം സ്ഥാനവും നേടുകയുണ്ടായി. വിശുദ്ധ കൊളയത്താമ്മ പ്രസംഗ മത്സരത്തിൽ 2ആം സ്ഥാനവും, ഓൾ കേരള ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 4ആം സ്ഥാനവും, കുടമാളൂരിൽ വെച്ച് നടത്തപ്പെട്ട സെന്റ് അൽഫോൺസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 5ആം സ്ഥാനവും നമ്മുടെ കുട്ടികൾ നേടി. കേരള സ്റ്റേറ്റ് മിനി അത്ലറ്റിക് മീറ്റ് 50 മീറ്റർ റേസിൽ 2ആം സ്ഥാനവും, 100 മീറ്റർ റേസിൽ 3ആം സ്ഥാനവും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. കൂടാതെ പാലാ രൂപതാതല KCSL ആന്ത മത്സരത്തിൽ 1ആം സ്ഥാനം നേടിയ നമ്മുടെ കൊച്ചുകൂട്ടുകാർ സംസ്ഥാനതല KCSL ആന്ത മത്സരത്തിലും 1ആം സ്ഥാനം നിലനിർത്തി സ്കൂളിന് അഭിമാനമായി. ഈ വർഷവും ഞങ്ങളുടെ സ്കൂൾ ശ്രദ്ധേയമായ പല നേട്ടങ്ങളും കൈവരിച്ചു. പാലാ രൂപതയിലെ സ്കൂളുകളിൽ മികച്ച ഭാഷാ നൈപുണ്യ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളാണ്. മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡും മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനുള്ള അവാർഡും നമ്മുടെ സ്കൂളിന് ലഭിച്ചു. കൂടാതെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് അഭിനയിച്ച ചിന്നുമോൾ എന്ന ഷോർട്ട് ഫിലിം ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ വർഷം മുതൽ ഞങ്ങൾക്ക് ഹിന്ദി ക്ലാസ്സുകളും നൽകപ്പെടുന്നു. ദിയ ടീച്ചറാണ് ഹിന്ദി അക്ഷരമാല, കൊച്ചു കൊച്ചു വാക്കുകൾ ഒക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിനിയ ടോം, സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട സക്കറിയാസ് ആട്ടപ്പാട്ടച്ചന്റെ സഹായത്തോടെ 2ആം നിലയിൽ സുരക്ഷാ ഗ്രില്ലുകൾ സ്ഥാപിച്ചതിനാൽ പേടി കൂടാതെ സ്വാതന്ത്ര്യത്തോടെ സ്കൂൾ വരാന്തയിൽ നിൽക്കുന്നതിനും നടക്കുന്നതിനും ഞങ്ങൾക്ക് കഴിയുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഡ്രിൽ പീരിയഡിൽ ഞങ്ങളുടെ മുറ്റത്ത് തന്നെയുള്ള കൊച്ചു പാർക്കിൽ ഞങ്ങൾ കളിക്കുന്നു. ഊഞ്ഞാലുകൾ, മെറിഗോറൗണ്ട്, സ്ലൈഡിംഗ്, സീസോ ഇതെല്ലാം സൂപ്പറാണ്. ഞങ്ങളുടെ പാർക്ക് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ രുചികരമായ ഭക്ഷണങ്ങൾ ഞങ്ങൾക്കായി തയ്യാറാക്കി തരുന്നത് ഞങ്ങളുടെ മേരിക്കുട്ടി ചേച്ചിയും സഹായിക്കുന്നത് മഞ്ജു ചേച്ചിയുമാണ്. വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾക്കായി തയ്യാറാക്കി തരുന്ന ഫ്രൈഡ് റൈസിന്റെയും ചിക്കന്റെയും ഒക്കെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ലട്ടോ. വളരെ ദൂര പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിൽ എത്തുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ യാത്ര സുരക്ഷിതവും സുഗമവുമാക്കുന്നത് സ്കൂൾ വാഹനങ്ങളിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരുമാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോകൾ ക്ലാസ് അധ്യാപകർ, ഹെഡ് മിസ്ട്രസ് എന്നിവർക്കൊപ്പം ഞങ്ങൾ എടുത്തു. 1ആം ക്ലാസ് മുതലുള്ള കുട്ടികൾ അവരുടെ അധ്യാപകർക്കൊപ്പം ഫോട്ടോയ്ക്കായി നിന്നത് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും മാധ്യസ്ഥത്തിലൂടെ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ വിദ്യാജ്യോതിയായി തെളിഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ഭരണങ്ങാനം സെയിന്റ് ലിറ്റിൽ ട്രേസേഴ്സ് LP സ്കൂളിന്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്.
എനിക്ക് ഒത്തിരി നല്ല കൂട്ടുകാരെ തന്നതിന്, നല്ല ടീച്ചേഴ്സിനെ തന്നതിന്, നല്ല സ്കൂൾ തന്നതിന് എൻ്റെ അമ്മയ്ക്ക് ചക്കര ഉമ്മ. അമ്മ നാട്ടിൽ വരുമ്പോൾ എൻ്റെ സ്കൂളും ക്ലാസ്സും കൂട്ടുകാരെയും ഒക്കെ ഞാൻ കാണിക്കാട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. നിർത്തട്ടെ. അമ്മയുടെ സ്വന്തം ദിയക്കുട്ടി.